ഹലോ മൈ ഗായ്സ്, നമ്മളെ ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് അഞ്ചുരുളിയിലാണ്, ഇടുക്കി. നമ്മളെ കൂടെ ഉള്ളത് വിനീഷ്, മിസ്റ്റർ ഫുഡി കേരള. മിസ്റ്റർ ഫുഡി കേരള, മിസ്റ്റർ ഫുഡി കേരള, ഹായ് എടുക്കോ, ഒരു ഹായ്. മിസ്റ്റർ ഫുഡി കേരള, ഗീതു ആൻഡ് ദിബിന്ദിനി. ഗീതുവിനെ കാണാൻ സിനിമാടി ലുക്കില്ലേ? സത്യമായിട്ട് സിനിമാടി ലുക്കുണ്ട് ഇപ്പം. രാവിലെ തൊട്ട് ഇത്രയും നേരം നിന്ന ലുക്ക് മാറി. ഇപ്പം മുടി ഇങ്ങനെ നടക്കുമ്പോൾ സിനിമാടി ലുക്ക്. അങ്ങനെ ഗീതുവാണ് ഗായ്സ്. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് അഞ്ചുരുളി, ഇടുക്കി അഞ്ചുരുളി. ഇത് ഡാമിൻ്റെ ടണൽ തുറക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ ഗായ്സ്, ഇവിടെ ഫുള്ള് ഇതാണ് ഇതിൻ്റെ സ്ക്രീനല്ലല്ലോ, എന്താ സീനറി, മറന്നുപോയി. എങ്ങനെയുണ്ട് ഗായ്സ് അഞ്ചുരുളി? നിങ്ങൾ കാണാത്ത സ്ഥലമൊന്നും ആയിരിക്കുമല്ലോ, മിക്കുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. കാണാത്തവർക്ക് ഇത് എന്തായാലും കണ്ടോ. പിന്നെ ഇതിൽ ഏതോ ഒരു മാമൻ അവിടെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. മാമനെ കാണാനില്ല. അതോ ഇരിക്കുന്നു മാമൻ അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നു ഗായ്സ്. മീൻ പിടിക്കുകയാണ്. ഏതെങ്കിലും മീൻ കിട്ടിയാന്തോ അറിയാൻ വയ്യ. പിന്നെ പറയാനുള്ള കാര്യം, ഇവിടെ തവളകളുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ എത്ര തവള ഉണ്ടെന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. തവളകളെ ഒരു ലോഡ് തവള കാണിച്ചു തരാം ഗൈസ്, കാണിച്ചു തരാം. ഇത് നോക്കിയേ, തവളകളെ നോക്കിയേ. ഇത് കണ്ട ആ കല്ലിൻ്റെ മണ്ടയിലൊക്കെ ഫുള്ളിരിക്കുന്ന തവളകൾ. ഇത് നോക്കിയേ, എന്തെല്ലാം വെറൈറ്റി തവളകളാണെന്ന് നോക്കിയാണ്. എത്ര തവളകൾ. നേരത്തെ ഇതിൻ്റെ ഇടയിൽ ഒരു പാമ്പിനെ കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ പാമ്പിനെ ഞാൻ ഇപ്പം കണ്ടില്ല. തവള തവള എങ്ക പാത്താലും തവള 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 തവള. ഇത് എത്ര തവളയാടാ, ഒരു ലോഡ് തവള. ഗായ്സ്, കമോൺ ഗായ്സ്, നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടുകളും എനിക്ക് വലുതാണ്. ഇപ്പം വീണാനെ. അഞ്ചുരുളി നോക്കിയാണ് തവളകളെ കണ്ട. ഫുള്ള് തവള. എത്ര തവള, ഫുള്ള് പാറയുടെ ഇടയിൽ മൊത്തം തവള തന്നെ. അതെ ഗായ്സ്, പിന്നെ പറയാം, നമ്മൾ രാവിലെ ഒരു സ്പോട്ടിൽ പോയി. രാവിലെ നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടി ഒരു സ്പോട്ടിൽ പോയി. അതിൻ്റെ ഇതിൽ ആഡ് ചെയ്യാം. അടിപൊളി സ്പോട്ട്. നമ്മൾ രാവിലെ പോയതാണ്. രാവിലെ എത്ര മണിക്ക്? നമ്മൾ 3 മണിക്ക് പോയതാണ് സൺറൈസ് കാണാൻ വേണ്ടി. 3 മണിക്ക് പോയിട്ട് ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയ സ്ഥിതിക്ക് നമ്മൾ ഉറങ്ങി എണീച്ചപ്പോൾ സൂര്യനെ കുതിച്ച്. അതുകൊണ്ട് സൂര്യൻ കുതിച്ചില്ല, പക്ഷെ നല്ല വെട്ടം വന്ന് വെട്ടം വന്നപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായി മാറിയത്. എന്ന് വെച്ചാൽ എന്തു പറയാനാ, നമ്മൾ ചെന്നപ്പോൾ ഫുള്ളൊരു ഹൊറർ ഫീലായിരുന്നു. കാരണം ആരുമില്ലാത്തൊരു ഏരിയ. പക്ഷെ രാവിലെ നമ്മൾ നോക്കിയപ്പോൾ ഫുള്ള് മലയും നമ്മൾ കാണുന്ന ഈ സീനറി ഇല്ലേ, ഈ സീനറിയാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടത്. നിങ്ങൾക്ക് ആ വീഡിയോ എന്തായാലും ഞാൻ ഇതിൽ കാണിച്ചു തരാം. അഞ്ചുരുളിയിൽ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോ. ഇവരെല്ലാവരും എന്തൊക്കെ കുറ്റങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കെന്തും കുറ്റം. ഇത് നമ്മൾ ചാടിക്കടന്ന് അപ്പുറം പോകണം. ഡേടേ എവിടെ പോണ്ടാ? ഞാൻ പിന്നെ മാങ്ങ അരയ്ക്കാൻ നിൽക്കണ ഇവിടെ. എങ്ങനെ അവൻ എന്നെ പൊട്ടാന്ന് വിളിച്ചു. അവനാണ് ലോക പൊട്ടായി. അവൻ്റെ പൊട്ടത്തരങ്ങൾ ഒരു ലോഡുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. വഴിയെ എല്ലാ പൊട്ടത്തരങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഈ മൈക്കൊന്ന് ഞാൻ എവിടെയെങ്കിലും ഹോൾഡ് ചെയ്തോട്ട് ഗൈസ്, 1 മിനിറ്റ്. അതെ ഗായ്സ്, അങ്ങനെ മൈക്ക് ഹോൾഡ് ചെയ്തു. ഇനി ചെറിയൊരു പരിപാടിയുണ്ട്. നിങ്ങൾ 1 മിനിറ്റ് ഇവിടെ ഇരുന്നോ. എൻ്റെ പാൻറ് ഒന്ന് ലൂസായി, അതൊന്ന് കിട്ടിക്കൂട്ടെ. ഗായ്സ്, നിങ്ങൾ എന്തായാലും അത് നോക്കി നിന്നോ. ഞാൻ അപ്പോഴത്തേക്ക് പാൻറ് ഊരിപ്പോയി, പാൻറ് ഒന്ന് കിട്ടിക്കോട്ടെ. കണ്ടന്റ് പോയെന്നാ? എന്ത് കണ്ടന്റ്? എന്തായാലും അതിൻ്റെ അകത്ത് ഒരു പാടുമില്ല. നീ ഉണ്ടല്ലേ, അതിലും വലിയ കണ്ടന്റ് വേറെ ഇല്ല. അല്ലെ ഈ പാൻ്റ് ഒന്ന് കെട്ടിക്കോട്ട്.
അതെ ഗായ്സ്, നമുക്കിതാ പോവാം. അതെ ഗായ്സ്, നമ്മൾ പോകാൻ പോകുന്നു. ഇതിൽ ഏത് വഴി കൂടെ പോകുമെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അയ്യപ്പ, നമ്മൾ ഏത് വഴി പോകുമെന്നാണ് ആലോചിക്കുന്നത്. യെസ്, അതെന്ത് സ്ഥലം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത്രയും സ്ഥലങ്ങൾ കഷ്ടപ്പെട്ടാണ് കാണിക്കുന്നുണ്ടോ. നീ എന്തെല്ലാം ഈ സ്ഥലത്തിനെ പറ്റി 2 വാക്ക് നീ പറ. ലോങ്ങസ്റ്റ് ടണലാകുമ്പോൾ പൊട്ടനാണ്, ലോക പൊട്ടായി. ഞാൻ പറഞ്ഞില്ലേ കാശി, ഇവന്റെ കയ്യിൽ നിന്ന് 1 ലോഡ് പൊട്ടത്തരങ്ങൾ കേൾക്കാം. ഗീതു, 2 പൊട്ടന്മാരെ കൂടെയാണ് ഞാൻ നടന്നത്. ഇതെന്താണെന്നറിയാവോ ഈ ടണല്? ഇത് ഡാമിൻ്റെതാണ്, അതെങ്കിലും അറിയാവോ? എന്തോ അറിയാ. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ സ്ഥലത്തിന്റെ പേര് മാങ്ങാത്തൊലി. ആര് പറഞ്ഞു തന്നു? നമുക്കറിയാലോ, അവളിപ്പോ പറഞ്ഞു കൊടുത്തോണ്ട് അതറിയാം. ഗായ്സ്, അത് കണ്ടോ ഗായ്സ്, 2 ഷൊണ്ണകളും കൂടെ നടന്ന് പോണ കണ്ടോ നമ്മൾ. ഇത് അതിലാടാ പോയത് ഗായ്സ്. ഇവിടെ പാമ്പുണ്ട് കേട്ടോ ഗായ്സ്. ആരെ കണ്ടാന്ന്? പാമ്പിനെ കണ്ടാ? നീ കണ്ടാ? ഇതാണ് നമ്മൾ ടണൽ. ഇതിൽ കൂടെ നടന്ന് നമുക്ക് കുറച്ച് ദൂരം ഉള്ളിലോട്ട് പോവാം. കൂക്കിട്ട ശബ്ദം കേൾക്കാം. ഏറ്റവും അറ്റത്തൊരു വെള്ള വെട്ടം കാണുന്നില്ല, അതാണ് ഇതിൻ്റെ എൻഡ്. കണ്ടോ ഗായ്സ്, ഇതാണ് അതിൻ്റെ എൻഡ്. ഇതിൽ കൂടെ 2 ഷൊണ്ണകൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നു. മിസ്റ്റർ ഫുഡി കേരള ആൻഡ് അതിബിന്ദിനി അച്ചു. പിന്നെ ഈ ടണലിൽ കൂടെ പോകാൻ ശ്രദ്ധിക്കേണ്ടത് വഴുക്കൽ ഉണ്ട്, ബട്ട് കുറച്ച് വഴുക്കലേ ഉള്ളൂ. തെന്നി വീണ ക്യാമറയും പോവും, ഞാനും പോവും, എല്ലാം പോവും. ഭഗവാനെ. ബ്രോ പറ ബ്രോ. അത് കഴിഞ്ഞ് പിന്നെ എന്തിനു നീ പറക്കുവോ? ഈ മൈക്കൊക്കെ ഊരി പോയടാ. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് ഗോ. ഇത് വെട്ടം പോലും കാണാനില്ലല്ലോടാ. ഇതിൽ എങ്ങനെയാടാ പോയത്? എന്തെല്ലാം കഴപ്പുകളാണ് ഓരോയാണ് കാണിക്കുന്നത്. സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചാൽ ചെരുപ്പാണ് ഗായ്സ് കിടക്കുന്നത്. ഇത് മിക്കവാറും ഇപ്പം തെന്നി വീഴും. സ്റ്റുഡിയോയിലെ ചെരുപ്പിന് ഇതില്ല, ഷൂസ് ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു, ഗ്രിപ്പില്ല. ടണൽ. ഈ ടണലിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാമോടാ? എടാ വൈഷ്ണവേ, ഈ ടണലിനെ പറ്റി നിനക്ക് എന്തെങ്കിലും അറിയാവോ? എന്താണ്? ഡേഞ്ചറാണ്, സീനാണ്. ഇന്നലെ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ടാണ് രാവിലെ സൺറൈസ് കാണാൻ പോയത്. ഇത് കണ്ട് പേടിച്ചത് ചില്ലറയല്ല. വെട്ടോടിച്ച് നോക്കിയപ്പോൾ ഈ ഒരു രൂപം മാത്രം. എന്തെല്ലാം കോമഡികളുണ്ടായിരുന്നു. ബ്രോ ഈ ടണലിനെ പറ്റി ഇത് എന്താണ്? ഒരു 2 വാക്ക്. ഇടയ്ക്കിടയ്ക്ക് പൊത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇഴജന്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. ഇത് ഏത് വർഷമാണ് ഉണ്ടാക്കിയതെന്ന് അറിയുന്നത്. ഇത് പാറ തുരന്ന് അപ്പുറ സൈഡ് എത്തിക്കണേ ചെയ്തത്. അതാണ് അല്ല, അറിയാവുന്നല്ലേ പറയാൻ പറ്റുമല്ലോ. റേഞ്ച് കിട്ടുമെന്ന് അറിയില്ല. മിസ്റ്റർ ഫുഡി കേരള ഇതെങ്ങനെയാണ് ഈ കാണാൻ പറ്റുന്നില്ല? നീ ഇതെങ്ങനെ ഈ കണ്ണാടിയും കൂടെ വെച്ചോണ്ടിരിക്കണ? കണ്ണാടി വെച്ചോണ്ട് നിൽക്കണം, എന്നിട്ട് പറയണ വെട്ടം കിട്ടുന്നില്ലെന്ന്. ഗായ്സ്, അതാണ് ഇതിൻ്റെ. അയ്യോ, ഇത് മൊത്തം വെട്ടോ. ഇതെന്ത്? കുറച്ച്
ഗീതോ ഒരു കൂക്കിട്ടാണ് ഗീത ഒരു കൂക്കിടോ. എവിടെ പോകുന്നു? അകത്തോട്ട് പോയാലും ഇത് തന്നെ കാണുന്ന, വേറെ ഒന്നും കാണാനില്ല. പരമാവധി നിങ്ങളാരും വന്ന് ഇതേ കണക്ക് ഇതിൻ്റെ അകത്തോടൊന്നും കയറല്ലേ. ഇതിൻ്റെ അകത്തോടെ കയറി ചുമ്മാ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കില്ല. നമുക്കിങ്ങനെ ഓരോ കഴപ്പുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് കയറിയത്. പക്ഷെ വലിയ റിസ്ക് ഒന്നുമില്ല, നമ്മളിപ്പോൾ തിരിച്ചു പോകും. പാമ്പിൻ്റെ കടി കേൾക്കുന്നേക്കാളും പ്രശ്നം ചുമ്മാ നല്ല ഡ്രസ്സ് കിട്ടുകൊണ്ടൊക്കെ വന്ന് എന്തിനാണ് ഇതിൽ. നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ പോലും ചുമ്മാ കൈയും കാലും തെറ്റി ഇതിൽ വീഴും. എന്തിനാണ്? ഒരാവശ്യമില്ലാതെ ഒടിയും ഒന്നും പറയത്തില്ല. ഇയാൾ മിണ്ടായി ഒടിയോന്നൊന്നും പറയത്തില്ല. മുറിയും പിറവൊക്കെ മുറിയും. CBSE ആയ വിനീഷ് ഇതോ ചാടി പോകുന്നു. CBSE അല്ല, വിനീഷിന്റെ പൊട്ടത്തരം എന്തിനായിരുന്നടാ? വിനീഷിന്റെ ഒരു പൊട്ടത്തരം ഉണ്ടായിരുന്നല്ലോ ഇന്ന്. ആ ഏലക്ക ഇപ്പൊ പോയനെ. അങ്ങനെയല്ല, ഏലക്കെന്നല്ല ഇവിടെ, അങ്ങനെയല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ഏലക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത്. അത് ഇത് ചെയ്യണം. അപ്പം പറഞ്ഞ് അതിനേക്കാളും പൈസ കിട്ടുന്ന വേറൊരു സാധനം ഉണ്ടെന്ന്. അതിൽ നിന്നും പൈസ കിട്ടുന്നത് വേറൊന്നുണ്ട്. അത് എന്താന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മറ്റേ പായസത്തിലൊക്കെ ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പച്ച കളറൊന്ന്. നമ്മൾ പറഞ്ഞാൽ അതല്ലേ ഏലക്ക. ഏലക്ക അത് തന്നെ. അതിൽ നിന്നും പൈസ കിട്ടുന്ന വേറൊരു സാധനം ഉണ്ടെന്ന്. അപ്പൊ ചോദിച്ചാൽ പറഞ്ഞു കാർഡമനം. ഇത് വർക്കാവുന്നതല്ല. പക്ഷെ ആ സമയത്ത് നീ പറഞ്ഞത് നല്ല രീതിക്ക് വർക്കായി. ഇത് നമ്മൾ പറയുമ്പോൾ ഇതാവൂല. ഒരു മണ്ടായി ലോക പൊട്ടത്തരം പറഞ്ഞതാണത്. ഈ കാർഡമന് ഏലക്കയൊക്കെ ഒന്നാണെന്ന് ഈ പൊട്ടൻ അറിഞ്ഞുകൂടെ? എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തെ അറിയില്ല, നിന്നെ വാരി അറിയും പറയുന്നുണ്ട്. ഇതിനെടുത്താ പുറത്തം ഇട്ടെടുത്താണ്ട് ഒരു തവളയെ പിടിച്ചവന്റെ ബാക്കി അത് ഇട്ട് കൊടുത്താണ്ട് ഒരു തവളയെ പിടിച്ചതാണ്. അധികം അകത്തോട്ടൊന്നും പോയി പണികൾ വാങ്ങിച്ചു കൂട്ടല്. പരമാവധി നമ്മൾ അടുത്ത ഇവിടെ നിന്നിട്ട് കണ്ടിട്ട് തിരിച്ചു പോവുക. ഇഷ്ടംപോലെ ഇവിടെ നിന്ന് കാണാൻ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഹലോ ഗായ്സ്, പിന്നെ നമ്മൾ തിരിച്ചു വന്നു. ആരും കേട്ടാണുള്ള ഏത് ഇങ്ങനെ നടന്ന് അവിടെ എത്തുമെന്നാ? ഇങ്ങനെ നടന്ന് അവിടെ എത്തും. ചേട്ടന് മീൻ കിട്ടിയാന്ന് നോക്കണം. മീൻ കിട്ടിയാ? ചേട്ടൻ എവിടെ? നമ്മുടെ ചേട്ടൻ എവിടെ? ആ ചേട്ടൻ തോന്നിക്കുന്നേ ആടായിരു ചിമ്പലെ. മാമ ചൂണ്ടിടുന്ന കണ്ടടാ. ഇതാണ് മാമന്റെ വീടെന്ന് തോന്നുന്നു. പോട്ട് മാമൻ ചൂണ്ടിടുന്നു ഗായ്സ്. മീൻ പിടിക്കാൻ പോവുകയാണ്. ശരി, സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ സീനറി നോക്കിയാണ് നല്ല രസമല്ലേ? അടിപൊളി സ്പോട്ട്. എന്ത് നീ ഒന്നേ നോക്കണ്ട, നിന്റെ നേരത്തെ തന്നിട്ട് നീ കട്ട് ചെയ്ത് വിട്ട്. നീ ഇനി വീഡിയോ എടുക്കേണ്ട ഒരു കോപ്പ് എടുക്കണം. നിനക്ക് ഒന്നുമില്ല. വെറുത്തടാ ഇവന്റെ ഫോട്ടോ. നിന്റെ അടുത്ത് ഇനി പറയൂല, പോരെ വിട്ടുകളാ. നായേ, ഇതിന് ഒരു കുഴപ്പമില്ല. നീ വാ, നല്ലത് മാത്രം, സ്നേഹം പരക്കട്ടെ, ബാക്കിയല്ല. അടൽ ടണൽ അല്ല, അഞ്ചുരുളി. എത്ര കിലോമീറ്റർ ഉണ്ടോ?
എടാ അത് കുഴപ്പമില്ല, അവിടെ ഇരിക്കും, സീനൊന്നുമില്ല. എടാ സീനില്ല, അത് ഓണാണ്. ഓ ഗായ്സ്, കം ഓൺ ഗായ്സ്. മുത്ത കിടിലൻ ഫ്രെയിമടാ, അടിപൊളി ഫ്രെയിം. നീ അങ്ങനെ തന്നെ നിന്നോ, ഒരു പോർട്രേറ്റിൽ എടുത്തു തരാം. ഏണ്ട അത് കട്ടിയണ്ട, അതങ്ങനെ നിന്ന് ചെയ്യുന്നു. ഇത് പക്ഷെ നിന്റെ മുഖം അറിയത്തില്ല. പാമ്പൊന്നും ഇല്ല, അവ തവളയെ കണ്ടിട്ടാണ് പാമ്പെന്ന് പറഞ്ഞത്. പൊട്ടായി. ഇങ്ങോട്ട് കാണില്ലേ, മൈക്ക് എൻ്റെ അല്ലേ. ഗായ്സ് കമോൺ ഗായ്സ്, ചിൽ ബഡി ചിൽ. അതാണ്ട് ഈ ഫോട്ടോ വയ്ക്കണം. സച്ചു കാവലെടുത്ത എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. സച്ചു കാവലെടുത്ത ഫോട്ടോയ്ക്ക് എന്തായാലും ഒരു കുറ്റം പറയൂല ബ്രോ. പക്ഷേ കൊള്ളാലോ. പക്ഷെ നിന്റെ മുഖം അത് കുഴപ്പമില്ല. ചെറുതായിട്ട് ഇത് കളറും കൂടെ ചെയ്താൽ അടിപൊളിയാവും. ആ ഇവിടെ അങ്ങോട്ട് ഇട്ടാ മതി. ഗായ്സ് നമ്മള് ഇതെല്ലാം അടച്ചിട്ടിട്ടാണ് പോണത്. ഇനി ആരെങ്കിലും വന്ന് ഇവിടെ തുറന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ നമ്മൾ ഉത്തരവാദികളല്ല. നോക്കിയും കണ്ടും അടച്ച് കുറ്റി വീഴുന്നില്ല. കുറ്റി ഇടാൻ പറ്റുന്നില്ല ഗായ്സ്. അപ്രതീക്ഷിതമായി ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ ടണൽ മുഖത്ത് ഇറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു. ഇത് എന്താ നമ്മൾ അങ്ങോട്ട് പോയപ്പോ വായിക്കാത്ത? ഇവിടെ വഴികൾ കൂടുതലാണ്. വഴുക്കൽ മറ്റേ തെന്നി വീഴും. വഴികളൊന്നുമില്ല, വഴികൾ കൂടുതലാണ്. ജാഗ്രത പാലിക്കുക, സുരക്ഷിതമായി ആസ്വദിക്കാം, സുരക്ഷിതമായി ബി സേഫ്. ഇത് തന്നെ ഇംഗ്ലീഷിലും തമിഴിലും എഴുതി വെച്ചിട്ടുണ്ട് ഗൈസ്. കെയർഫുൾ. അപ്പോൾ എല്ലാവരും കെയർഫുൾ ആയിട്ടിരിക്കുക. പക്ഷെ നമ്മൾ രാവിലെ പോവാം, പക്ഷെ സേഫായിട്ട് പോയിട്ട് വരും. അടച്ചേക്കാണ് സ്വന്തം റിസ്കിൽ. എല്ലാവരും നോക്കിയും കണ്ടും മാത്രം പോകും ഗൈസ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. 15 അടി നീളത്തിനുള്ളിലേക്ക് ആര് വായിക്കും? നമുക്ക് അറിഞ്ഞൂടാ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആണ്. പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞൂടാ, മലയാളം അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് ഡിഗ്രി പാസ്സാണ്. ഡിഗ്രി തോറ്റവളാണ് നമ്മള് പറയുന്നത്. ഇവള് ഡിഗ്രി തോറ്റു, ഇവൻ പിന്നെ എഴുതിയില്ല പാവം. ഇവൻ ഡബിൾ ഡാഡി. പക്ഷെ 10 സപ്ലൈ ചെയ്തിട്ടാണ് ഇവന് കിട്ടിയത്. നമ്മൾ സപ്ലൈ എഴുതാതെയാണ്. ഞാൻ 26 ഒരു സപ്ലൈ ചെയ്താതെ ഞാൻ ഡിഗ്രി അത് 8 മാർക്ക് വാങ്ങിച്ചാൽ മതി. ഇവന് ഡിഗ്രി പാസ്സാവാത്ത ഇവളാണ് നമ്മളെ പഠിപ്പിക്കാൻ പറഞ്ഞത്. നീ ആദ്യം പോയി ഡിഗ്രി പാസ്സാവും. കേട്ടാ, നിനക്ക് രണ്ടുമില്ലല്ലോ. തന്തയില്ല, രണ്ടുമില്ല, വേറെന്തരില്ല. അത് ഫുള്ള് നീ വായിച്ചാണ്. വായിക്ക്. മാർച്ച് 10 ടണൽ ഉദ്ഘാടനം 1980 ജനുവരി 30. നീളം 5 കിലോമീറ്റർ, വ്യാസം 24 അടി, 15 അടി നീളത്തിൽ ഉള്ളിലേക്ക് ഉപയോഗിച്ച് തുറന്ന് 1500 ഇലക്ട്രിക് ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ് ഈ മൈതാനം. വഴുക്കലാണ്. മലയാളം മലയാളം എഴുതി 8 ഇല പൊട്ടിയവനാണ് ഈ മലയാളം വായിക്കണം. വായു കുറവാണ്, കുഴികളുണ്ട്, പാറയിൽ വഴുക്കലാണ്, വാവലുണ്ട്, പാമ്പുണ്ട്, വെളിച്ചമില്ല, മുകളിൽ നിന്ന് പാറക്കഷ്ണം അടർന്നു വീഴാം, മൊബൈൽ റേഞ്ച്. ഞാനകത്ത് കയറി പോയത് മൈദ ആരും പോവല്ലേ? ആരും പോവില്ല. ഇതൊക്കെ ഇത്രയും റിസ്ക് ഉണ്ട്. നമ്മള് വായിക്കാതെയാണ് അകത്തോട്ട് കയറിയത്. നമുക്ക് വായിക്കാറിഞ്ഞല്ലോ.
അതുകൊണ്ട് ആരും അകത്ത് പോകില്ല. ഇനി വീട്ടുകാരൊക്കെ കാണുന്നില്ലേ വൈഷ്ണവേ? നീ അങ്ങനെ തൊടുത്ത ഞാനും അങ്ങനെയാണെന്ന് വിചാരിക്കൂലേ? നീ എന്നെക്കാളും ഉണ്ടായിപ്പോണെന്ന് എനിക്കറിയാലോ. മോശം വളരെ മോശം. അയ്യോ മാന് നല്ലവനായ ഉണ്ണി. ഇവന്റെ കേക്ക് കുറിച്ച് ഓർമ്മയുണ്ടോ വീട്ടില്? നീ എനിക്ക് രാവിലെ വീഡിയോ എടുത്ത് അയച്ചെന്ന് ഓർമ്മയുണ്ടോ? വൈഷ്ണവേ, നിനക്കറിയാവോ ഈ കുഴപ്പം മൊത്തം ഉണ്ടാക്കിട്ടെ വീട്ടില് നല്ല മുണ്ടൊക്കെ എടുത്ത് കുറിയൊക്കെ ഇട്ട് 2 ഗ്രാമിന്റെ വീട്ടിലിരുന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് 2.5 പവന്റെ മാല എടുത്തു. അതിന് രാവിലെ കുളിച്ചിറങ്ങി അമ്പലത്തിൽ പോയി നല്ല മുണ്ടും നേരിയതൊക്കെ എടുത്ത് രാവിലെ വന്ന് കേക്ക് കുറിച്ച്, എന്നിട്ട് അച്ഛൻ്റെ അമ്മേനെയും കാലും തൊട്ട് പോയി. അപ്പോൾ 2 പവന്റെ മാലയും കിട്ടുകൊടുത്ത്. ആ വീഡിയോ ഒക്കെ ഉണ്ടായിന്. നല്ലവനായ ഉണ്ണി കറക്റ്റ് മറ്റേ സിനിമയിലുള്ള അവനാണ് പിഷാരടി. ആ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ നോക്കിയാണ് മറ്റേ ഏതോ ഒരു സിനിമ അടിയ ലുക്കില്ലേ നോക്കിയാണ്. ആ ഊനാലാടുമ്പോഴും ആ ഭംഗി അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മുടി പക്ഷെ ആ മുടിയിലാണ് ആ മാറ്റം വന്നത്. അങ്ങനെയല്ല, ആ മുടിയിലാണ് മാറ്റം വന്നത്. ഗായ്സ്, നിങ്ങൾ എന്തായാലും ഇത് ഏത് നടിയുടെ ലുക്കാണ് നിങ്ങൾ എന്തായാലും കമന്റിൽ പറയണം. ഗായ്സ്, നിങ്ങൾ എന്തായാലും അതിനുള്ള റിപ്ലൈ കമന്റിൽ പറയണം. ഏത് നടിയുടെ ലുക്ക്? പക്ഷെ ഏതോ നടിയുടെ ലുക്ക് ഉണ്ട്. തൃശ ഓട്ടോ ഇട്ടോ തൂറായിട്ട് ഇറങ്ങിയ തൃശ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോ ഇങ്ങനെ ഇരുന്നത്. എന്തൊക്കെയാണ് ഇവൻ പറയണത്? ആവശ്യമില്ലാത്ത ടോക്കുകൾ വേണ്ട കേട്ടോ, വെളച്ചിട്ട് വേണ്ടേ. എന്നാലും ഇന്നലത്തെ ഇത് ഗായ്സ്, അപ്പം അടുത്തൊരു വ്ളോഗിൽ പിന്നെയും കാണാം. ഓക്കെ ബൈ ഗായ്സ്. അപ്പം അടുത്ത ലൊക്കേഷനിൽ പിന്നെയും കാണാം. നിങ്ങൾ എന്തായാലും ഇടുക്കി വന്നാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണിത്. അപ്പം ഓക്കെ ബൈ ഗായ്സ്.